ഇപ്പോൾ അവസാനം പറഞ്ഞത് തന്നെ അതിലേക്ക് തന്നെയാണ് ഞാൻ ആദ്യം താങ്കളിലേക്ക് വരുന്നത്. അതായത് കേരളത്തെ അവഗണിച്ചു എന്ന ഒരു പ്രശ്നത്തെ നേരിട്ട് പറയാതെ അതിലേക്കുള്ള അതിനെക്കുറിച്ചൊരു വിശദീകരണത്തിലേക്കാണ് അദ്ദേഹം പോയത്. അതിന് ഏത് നിലയിലാണ് താങ്കൾ മറുപടി പറയുക? രണ്ടാമത്തെ കാര്യം, ഈ 2047 വികസിത ഭാരത് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രൊപ്പഗൻഡയിലേക്ക് പോകാൻ കഴിയുന്ന ഒരു ഫോക്കസ് ഈ ബജറ്റിനുണ്ടോ എന്നുള്ളത് കൂടിയാണ്. ശരത്തെ, ഇപ്പോൾ ബി ജെ പിയുടെ വക്താവ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പറയണം. പക്ഷേ ബീഹാറിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഒരു പൊതു ബജറ്റിൽ വരേണ്ടതാണോ എന്നുള്ള കാര്യം ബി ജെ പിക്കാർക്ക് തന്നെ ഒരു സംശയമുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഈ പറഞ്ഞ മക്കാന ബോർഡ് രൂപീകരിക്കുന്നു. മക്കാന എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു താമര വിത്താണെന്ന് പറയുന്നു. 85% മക്കാന കർഷകരും ബീഹാറിലാണുള്ളത്. ബീഹാറിൽ ഒരു ഗ്രീൻഫീൽഡ് എയർപോർട്ട് തുടങ്ങാൻ പോകുന്നു എന്ന് പറയുന്നു. പാറ്റ്ന വിമാനത്താവളം വികസിപ്പിക്കുന്നു പറയുന്നു. കേരളത്തിൽ 2 ഗ്രീൻഫീൽഡ് എയർപോർട്ടുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലേ? അതായത് കണ്ണൂരും കൊച്ചിയും. ഏതെങ്കിലും പൊതു ബജറ്റിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഉദാഹരണത്തിന് ചോദിക്കുകയാണ്. അപ്പം എന്താണ് ഒരു ബജറ്റിൽ പരാമർശിക്കട്ടെ? ഇപ്പോൾ നമ്മൾ കേരളത്തിലെ ബി ജെ പി നേതാക്കളുടെ പ്രസ്താവന ഞാൻ പരിശോധിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എത്രത്തോളം നമ്മുടെ ഈ പറഞ്ഞ ഓർമ്മശക്തിയെ പരീക്ഷിക്കുകയാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കേരളത്തിൽ ഇല്ലാതെ പോയി. അതൊന്നും ബജറ്റിൽ വരുന്ന കാര്യങ്ങളല്ല. എത്രയോ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പൊതു ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ അതിന് സാക്ഷിയായിട്ടുണ്ട്. പ്രഖ്യാപിക്കാത്തതുകൊണ്ട് പ്രധാനമന്ത്രി സ്വാസ്ഥ്യ പ്രോഗ്രാം അനുസരിച്ച് ക്യാബിനറ്റ് പ്രഖ്യാപിച്ചതുകൊണ്ട്, പക്ഷേ ബജറ്റിൽ പ്രഖ്യാപിച്ചതുകൊണ്ട്. അപ്പോൾ ചിലത് പറയുന്നു ഇതൊന്നും ബജറ്റിൽ പ്രഖ്യാപിക്കേണ്ടതല്ല എന്ന് പറയണം. ചിലത് പറയുന്നു ഇത് ബജറ്റിൽ പ്രഖ്യാപിച്ചെന്താൽ കുഴപ്പമെന്ന് പറയണം. അപ്പം ഏതെങ്കിലും ഒരു നിലപാട് ഇവർ എടുക്കണം. അതായത് ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കണം. ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കുക. അതായത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധി എന്താണ്? അതായത് നമ്മുടെ കാർഷിക ഗ്രാമീണ മേഖലയിലെ വലിയ പ്രതിസന്ധി തൊഴിലില്ലായ്മ. ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിൽ കൊട്ടിഘോഷിക്കപ്പെട്ട് പ്രഖ്യാപിച്ച ഒരു സംഭവമാണ് പ്രധാനമന്ത്രിയുടെ ഇൻറ്റേൺഷിപ്പ്. ആ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമിൻ്റെ സ്ഥിതി എന്താണെന്ന് ആരെങ്കിലും വിലയിരുത്തിയിട്ടുണ്ടോ? ഞാൻ ഈ ഒരു ബജറ്റിൻ്റെ പെർഫോമൻസ് ബജറ്റ് ഒന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ നടക്കുന്നതാണ്. പോട്ടെ, ഇനി അതിലേക്കൊന്നും പോകണ്ട. അതായത് പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ സടക്ക്, അതായത് ഗ്രാമീണ റോഡുകൾക്ക് വേണ്ടിയിട്ട് 1,90,000 രൂപ കഴിഞ്ഞ ബജറ്റിൽ അലോക്കേറ്റ് ചെയ്തു. നിങ്ങൾക്കറിയോ എത്ര പൈസയാണ് ചിലവഴിക്കാതെ പോയെന്ന്? 45,000 കോടി രൂപ ചിലവഴിച്ചില്ല, അൺസ്പെൻറ്റാണ്. ഇത് പെർഫോമൻസ് ബജറ്റ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന എന്ന് വെച്ചാൽ വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി. നമ്മൾ ഈ പറഞ്ഞ പാവപ്പെട്ടവർക്ക് വീടുണ്ടാക്കുന്നതിനെക്കുറിച്ച് എന്തെല്ലാം ചർച്ചകൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. കേരളത്തിൽ നമ്മൾ ലൈഫ് മിഷൻ തുടങ്ങി ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്നാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞല്ലോ. ഞാനത് പരിശോധിച്ച് നോക്കിയപ്പോൾ ശരത്തെ എന്നെ ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്താ അറിയോ? അതായത് 22,000 കോടി രൂപ അലോക്കേറ്റ് ചെയ്ത എമൗണ്ടിൽ സ്പെൻഡ് ചെയ്തില്ല. അതായത് 59% മാത്രമേ സ്പെൻഡ് ചെയ്തുള്ളൂ. ഇതൊക്കെ ഇതിനകത്തുണ്ട്. ഇനി അതിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഇപ്പോൾ ഈ കാർഷിക മേഖലയിൽ ഇപ്പോൾ 100 ജില്ലകളെടുത്തിട്ട് നൂതന കൃഷി രീതിയെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ ഈ ബജറ്റ് മുഴുവൻ പരതി നോക്കി. ഇതിനുള്ള അലോക്കേഷൻ എവിടെയാണ്? ഓവറോൾ കാർഷിക അലോക്കേഷൻ തന്നെ കുറയുന്നു. ഇതിൻ്റെ അലോക്കേഷൻ എവിടെയാണ്? എവിടെയില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ഈ 100 ജില്ലകൾ തിരഞ്ഞെടുക്കുന്നു. എന്താ കാര്യം അറിയോ? ഈ 100 ജില്ലകൾ തിരഞ്ഞെടുത്തിട്ട് ഇവിടെ തട്ടിപ്പെന്നതറിയോ? സംസ്ഥാനങ്ങൾ കൂടി പങ്കാളിത്തം വഹിക്കണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വിഹിതം സംസ്ഥാനങ്ങൾക്ക് സ്വന്തമായിട്ട് കൃഷി പരിപാടികളും പദ്ധതികളും നൂതന വിദ്യകളുമുണ്ട്. നമ്മൾ എത്രയോ ഇവരിപ്പോൾ കഴിഞ്ഞ 1-2 ബജറ്റിലാണ് ഇവർ ഈ പറയുന്ന പ്രകൃതി ഫാമിങ്ങിനെ കുറിച്ച് പറയുന്നത്, നാച്ചുറൽ ഫാമിങ്ങിനെ കുറിച്ച് പറയുന്നത്. എത്രയോ കാലഘട്ടം മുമ്പ് ജൈവ കൃഷിയെക്കുറിച്ച് കേരളം ചർച്ച ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോൾ നോക്കുക, ഡൽഹിയിൽ നിന്ന് ചില പദ്ധതികൾ ഇറക്കുമതി ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ പകുതി തുക അല്ലെങ്കിൽ 40% നമ്മൾ മുടക്കണമെന്ന് പറയുന്നു. ഇനി ഇവർ യഥാർത്ഥത്തിൽ ചെലവിടേണ്ട തുക ചെലവിടുന്നുണ്ടോ? അത് ചെലവിടുന്നില്ല. എന്നെ നടുക്കിയ ഒരു കാര്യം ഞാൻ പറയട്ടെ. അതായത് ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്ത 2 വിഷയമാണ്. ഒരുപക്ഷെ ഞാനും ഇപ്പോഴാണത് പരതി കണ്ടുപിടിച്ചത്. അതായത് ഇതുവരെയുള്ള സംവാദങ്ങളിൽ അതാരും പറയാൻ സാധ്യതയില്ല. പക്ഷേ എൻ്റെ BJP സുഹൃത്ത്, അദ്ദേഹം ചെറുപ്പക്കാരനായതുകൊണ്ട് തന്നെ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഇന്ത്യ ഒരു AI മിഷൻ പദ്ധതി ആരംഭിച്ചു. AI മിഷൻ
ചെറിയ രീതിയിൽ. ഇപ്പോൾ ചൈനയൊക്കെ 17 ലക്ഷം കോടി രൂപയാണ് നിർമ്മിത ബുദ്ധിയായി ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി നീക്കിവെച്ചത്. ഇന്ത്യ അതായത് 2024-25 ബജറ്റിൽ ഒരു AI മിഷൻ എന്ന് പറഞ്ഞിട്ട് 522 കോടി രൂപ വകയിരുത്തി. നിങ്ങൾക്കറിയോ, ആ 522 കോടി രൂപയിൽ 379 കോടിയും ചെലവഴിച്ചില്ല. 379 കോടിയും ചെലവഴിച്ചില്ല. ഇനി അടുത്ത് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത് ചിപ്പുകളെക്കുറിച്ച്. സെമി കണ്ടക്ടർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് 6,903 രൂപ അലോക്കേറ്റ് ചെയ്തു. അതിൻ്റെ പാതി പൈസ പോലും ചെലവഴിച്ചില്ല. ഞാൻ ഈ പറയുന്ന കൃഷിയിൽ നിന്ന് ആധുനിക മേഖലയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസ് എന്താണെന്ന് വിലയിരുത്താൻ വേണ്ടിയാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് മുഴുവൻ ഞാൻ പറയുന്നത്. അത് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് മുഴുവൻ ഇന്ന് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ നിന്ന് ഞാൻ എടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഡിസ്പ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഒരു ബജറ്റിന് ഒരു ലക്ഷ്യം വേണം. എങ്ങോട്ടാണ് ഈ ബജറ്റ് പോകേണ്ടത്, ഏത് രീതിയിലേക്കാണ് പോകേണ്ടത്? ഇപ്പോൾ പൊടുന്നനെ മിഡിൽ ക്ലാസ്, മധ്യവർഗം എന്ന് പറയുന്നു. ഇപ്പോൾ 6 തവണയോ 7 തവണയോ മറ്റേ ഈ ബജറ്റിൽ മധ്യവർഗം പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്ന് ഇന്നലെ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ 7 തവണ പറയുന്നുണ്ട്. പൊട്ടി വീഴുകയാണ്. എവിടുന്നാണ് പൊട്ടി വീണത്? ഈ ഒരു 3 ദിവസം കൊണ്ടാണ് ഈ മധ്യവർഗം വന്നത്. ഇതിനു മുമ്പ് മധ്യവർഗം ഉണ്ടായിരുന്നില്ല. മധ്യവർഗം ഞാൻ കണ്ടിട്ടില്ല. ഇതുവരെ മധ്യവർഗത്തെക്കുറിച്ച് BJP പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്താ കാരണം? ഡൽഹി തെരഞ്ഞെടുപ്പിൽ മിഡിൽ ക്ലാസ് പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റാണ്, ഒരു ഘടകമാണ്. ഒന്നും കൂടി ശ്രദ്ധിക്കുക. ഈ ഡൽഹി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം പൊടുന്നനെ കേന്ദ്രമന്ത്രിസഭ പേ കമ്മീഷൻ, 8ാം പേ കമ്മീഷൻ പ്രഖ്യാപിച്ചു. നോക്കുക, എന്താ കാരണം വെച്ചാൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർ തിങ്ങിപ്പറക്കുന്ന സ്ഥലമാണ് ഡൽഹി. അപ്പോൾ പേ കമ്മീഷൻ പ്രഖ്യാപിച്ചു. എന്നാൽ ഈ പേ കമ്മീഷൻ അംഗങ്ങളാരാന്ന് പ്രഖ്യാപിക്കണ്ടേ? അതുപോലും പ്രഖ്യാപിച്ചിട്ടില്ല. ഇത്രത്തോളം ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, അതായത് 2025 മധ്യത്തിൽ പ്രഖ്യാപിച്ചാൽ മതിയാകുന്ന ഒരു കമ്മീഷനെ നേരത്തെ തന്നെ 6 മാസം മുമ്പ് തന്നെ പ്രഖ്യാപിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവർക്കൊരു തയ്യാറെടുപ്പുണ്ടായിരുന്നെങ്കിൽ ഈ പേ കമ്മീഷൻ്റെ അംഗങ്ങളാരാണെന്ന് പ്രഖ്യാപിക്കണ്ടേ? അത് പ്രഖ്യാപിക്കുന്നില്ല. അപ്പോൾ നോക്കുക, ഒരു 2-3 ദിവസം കൊണ്ട് പൊടുന്നതിനെ ഉരുത്തിരിഞ്ഞ ഒരു സംജയാണ്, ഒരു പദാവലിയാണ് ഈ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത്. എന്നാൽ മിഡിൽ ക്ലാസ്സിന് വല്ലതും കിട്ടിയിട്ടുണ്ടോ? നമ്മൾ സൂക്ഷ്മമായിട്ട് വിലയിരുത്തണം. യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ പ്രയോജനം കിട്ടേണ്ട മിഡിൽ ക്ലാസ്സിന് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഏതെങ്കിലും ഒരു സെക്ടർ ഞാൻ എൻ്റെ BJP സ്നേഹിതനെ വെല്ലുവിളിക്കാം. അതായത് നിങ്ങൾ അലോക്കേറ്റ് ചെയ്ത തുക ഏതെങ്കിലും സെക്ടറിൽ തൃപ്തികരമായി ചെലവഴിച്ചിട്ടുണ്ടോ? ഇപ്പോൾ പാവപ്പെട്ടവരുടെ കാര്യമല്ലേ നമ്മളെല്ലാവരും പറയുന്നത്. തൊഴിൽദാന പദ്ധതിക്ക് വേണ്ടി നിങ്ങൾ 3 വർഷം മുമ്പ് നീക്കിവെച്ച 86,000 കോടി രൂപയ്ക്ക് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് പോകാൻ ഈ ബജറ്റിൽ പോലും പറ്റുന്നില്ല. അപ്പോൾ ഏത് മേഖലയാണ് നിങ്ങൾ പരിഗണിക്കുന്നത്?